നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ പറഞ്ഞാലും 34 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം ചരിത്ര മുഹൂർത്തമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ലേബർ ക്യാമ്പ് സന്ദർശനം. ഏഷ്യയിലെ വമ്പൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ തന്റെ പൗരന്മാർക്ക് മുൻഗണന കൊടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശം. അതേതായാലും പ്രധാനമന്ത്രി സാധിച്ചു. വരും ദിവസങ്ങളിൽ പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചാൽ ഈ യാത്ര സാർത്ഥകമായേനെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. വെസ്കോസ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ദമാം ടൗൺ നവോദയ ബാദിയ യൂണിറ്റ് അംഗമായിരുന്ന രാജുവിന് നവോദയയുടെ അംഗമായിരിക്കെ മരണമടയുന്നവർക്ക് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ധനസഹായം തിരുവനന്തപുരത്ത് B. സത്യൻ MLA രാജുവിന്റെ ഭാര്യ ശ്രീജയ്ക്ക് കൈമാറി. നവോദയ ബാദിയ യൂണിറ്റ് സെക്രട്ടറി ഓമനക്കുട്ടനും മറ്റ് നവോദയ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കൊട്ടച്ചിറ ഗോപാലന്റെ മകനായ രാജു നന്ദായവനം ദമാമിലെത്തി വളരെയധികം കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് വെസ്കോസയിൽ ജോലിക്ക് കയറിയത്. മുൻപ് കഫാലത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സ്ഥിരമായി ഒരു വിസയും ജോലിയും ശരിയാക്കുന്നതിന് സൗദിയിൽ വളരെ വലിയ തുക നൽകുകയും പിന്നീട് സൗദി വിസയും ജോലിയും ശരിയാകാതെ പൈസ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. 2014 നവംബറിൽ സൗദി അറേബ്യയിലെ ഹൈലേക്ക് ജോലിക്ക് പോയ വാവാച്ചിയെ തേടിയാണ് അമ്മയും സഹോദരിയും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. നട്ടലിന് സുഖമില്ലാതിരുന്ന വാവാച്ചിയെ ഓഫീസ് ക്ലീനിംഗ് ജോലി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സൗദിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയുള്ള ജോലികളായിരുന്നു വാവാച്ചിയെ കാത്തിരുന്നത്. ക്യാൻസർ രോഗബാധിതയായ വാവാച്ചിയുടെ അമ്മ തൻ്റെ മകളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും തൻ്റെ മകളെ ഒന്ന് കാണണം എന്ന ആവശ്യവുമായാണ് അമ്മയും സഹോദരിയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. വാവാച്ചിയെക്കുറിച്ച് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. വാവാച്ചിക്ക് എത്ര വയസ്സുണ്ട്? 47. മക്കളൊന്നുമില്ല? ഇല്ല, വിവാഹം കഴിച്ചില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഇതിനു മുമ്പ് പോയിട്ടുള്ള ആളാണ്? ഇല്ല, ആദ്യമായിട്ട് പോവാ. ഇവിടെ എന്തായിരുന്നു പണി വാവാച്ചിക്ക്? ഇവിടെ ഈ ചെടിയുടെ പുല്ലൊക്കെ വെട്ടുന്ന അതിന്റെ കൂടെ നിൽക്കുന്ന പണിയായിരുന്നു. ആരാ കൊണ്ടുപോയത്? തെങ്ങമത്തുള്ള ലീലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കൊണ്ടുപോയത്. എന്ത് പറഞ്ഞ എന്ത് ജോലിക്കെന്ന് പറഞ്ഞാ കൊണ്ടുപോയത്? ഓഫീസ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എങ്ങനെ പറഞ്ഞയക്കുക? ഒരുപാട് പേരുണ്ട് ജോലിക്ക്, അതിൽ കൂടെ നിൽക്കുക എന്നുള്ള വെച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ വീട്ടിൽ ഇത്തിരി കഷ്ടപ്പാടാണ്. അയാൾക്ക് വീട് ഒക്കെ ശരിയാക്കി എടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ചേച്ചിയുടെ വീട് ഇതാണ്, അപ്പം അതൊന്ന് ശരിയാക്കി എടുക്കണം, പിന്നെ അമ്മയെ നോക്കണമൊക്കെ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അത് നമ്മൾ ഏജൻറ്റിനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ആഹാരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കിങ്ങനെ നാട്ടിൽ വിട്ടാൽ മതി, നമ്മളിവിടെ കൊണ്ട് ജീവിച്ചോളാം എന്നുള്ള വെച്ച്. അപ്പം അവരത് അവിടെ വിളിച്ച് പറഞ്ഞത് പ്രശ്നമായി. അവിടെ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ എനിക്കൊന്ന് കാണാൻ. പ്രവാസലോകം പ്രേക്ഷകരോടാണ് ഇത്തരത്തിലുള്ള നിരവധി മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ കഥ നമ്മൾ നിരവധി പറഞ്ഞിട്ടുള്ളതാണ്. എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, മൂടി വന്നിട്ടും കാര്യമില്ല എന്നറിയാം നമുക്ക്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി അറബി മണ്ണിൽ വെച്ച് സംസാരിക്കാൻ കൂട്ടാക്കാതിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വാചകം പോലും ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് ഈ
വീട്ടുവേലക്കായി കൊണ്ടുപോകുന്ന സഹോദരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നു. ഒരു കാലത്തും ഈ മനുഷ്യ വിഭാഗങ്ങളെ, ഈ അധസ്ഥിത വിഭാഗങ്ങളെ പരിഗണിക്കാൻ തയ്യാറില്ല എന്നുള്ളത് തന്നെയാണ്. വീട്ടുജോലിക്കായാണ് തിരുവനന്തപുരം വിതുര സ്വദേശി ശോശാമ്മ ലീലാമ്മ കുവൈത്തിലേക്ക് പോകുന്നത്. 2012 ജോലിക്ക് ചേരുമ്പോൾ ഒരു ജീവിതമാർഗം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ ക്രൂരമായ പീഡനങ്ങളാണ് അവിടെ ശോശാമ്മയെ കാത്തിരുന്നത്. പലപ്പോഴും ശമ്പളമോ ഭക്ഷണമോ ലഭിക്കാതെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇവർക്ക്. അമ്മയുടെ തിരിച്ചുവരവാണ് ഈ മകനും മകളും ഭർത്താവും ആഗ്രഹിക്കുന്നത്. ശോശാമ്മ 2012 പോയതല്ലേ? 3 വർഷമായി അല്ലേ? 2 വർഷവും 8 മാസവും. ആരാ കൊണ്ടുപോയത്? വീട്ടിനടുത്തുള്ള ഒരാളെ. ആരാ പേര്? സന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞു. അത് ആ പെണ്ണ് അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ഓഹോ, എങ്ങനെ? ഗ്യാസ് എന്തോ പൊട്ടി തെറിച്ചെന്നാണ് പറയണത്. ഓഹോ, അപ്പോൾ ഇവരാരെ കൂടെ ജോലി ചെയ്യുന്നത്? ഇവർ രണ്ടും ഒരു വീട്ടിലായിരുന്നു. അവര് മരിച്ചു? അവർ അവിടെ വെച്ച് മരിച്ചു. ഓ, പിന്നെ ഇവര് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചില്ല? വിടുന്നില്ല അവര്. എന്താ പറയുന്നത്? അടുത്ത ജോലിക്കാർ വന്നിട്ട് വിടാന്ന് പറഞ്ഞു. അവ എംബസിയിൽ പരാതിപ്പെട്ട? ഞങ്ങള് നമ്മൾ ഫോൺ വിളിച്ച് അറിയിച്ചു. അല്ല, എംബസിയിൽ പരാതിപ്പെട്ട? ഇല്ല, അവിടെ നിന്ന് വിളിച്ചില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ അന്വേഷിക്കേണ്ടിയിരുന്നത്. നമ്മളെ വിദേശകാര്യ വകുപ്പ് അന്വേഷിക്കേണ്ടിയിരുന്നു. ഇതിനൊന്നും ഒരു പരിഹാരവും ആരും പോയിട്ടുമില്ല. 34 കൊല്ലം പോകാതിരുന്നിട്ടില്ല, 34 കൊല്ലത്തിന് ശേഷം പോയിട്ടുമില്ല. അതാണ് സത്യം. അപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ദുരന്ത സത്യം. എങ്ങനെയാണ് ഈ അടിമവേലയ്ക്ക് പോകുന്ന ആളുകളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് കേരളീയ സമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കേരളീയ സമൂഹത്തിൽ അറബി അറിയുന്ന നിരവധി ആളുകളുണ്ട്, അറബി ഭാഷാ പണ്ഡിതന്മാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് അറബി ഭാഷയിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ എഴുതേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന മൗലികമായിട്ടുള്ള ഇത്തരത്തിലുള്ള അവകാശങ്ങൾ പൂർണ്ണമായിട്ട് ഹനിക്കപ്പെടുന്നതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഇവർ പ്രാപ്തർ. അതുപോലെ ഇംഗ്ലീഷ് മാഗസിനുകളിൽ എഴുതാൻ കഴിയുന്നവരൊക്കെ എഴുതണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.